ഈ സമുദ്രം മുഴുവനും മഷിയായി എന്ന് സങ്കല്പിക്കുക. സപ്പോസ് ഈ മരങ്ങൾ മുഴുവനും പേനയാണ് എന്നും കണക്ക് കൂട്ടുക. എന്നിട്ട് ഖുർആനിന്റെ ആശയങ്ങൾ ആ സമുദ്രമാകുന്ന മഷിയിൽ മുക്കി പേനയാകുന്ന മരങ്ങളെ കൊണ്ട് എഴുതാൻ തുടങ്ങിയാൽ ആ കടല് വറ്റുക എന്നുള്ളതല്ലാതെ ഖുർആനിന്റെ ആശയങ്ങൾക്ക് വറ്റലില്ല, അതിന് അവസാനമില്ല. ആ നിലക്കാണ് ഖുർആനെങ്കിൽ അലം നസ്റഹ് ലക സദ്റക, ആ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ മനസ്സ് വിശാലമാക്കി തന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടുത്തെ മെമ്മറി എത്രയാണ്, ഓർമ്മശക്തി എത്രയാണ്. നമ്മളെ പോലെയല്ല മനഃപ്പാടമാക്കിയാൽ, നമ്മളൊക്കെ ഒരു കാര്യം മനഃപ്പാടമാക്കിയാൽ പെട്ടെന്ന് മറക്കും. കാര്യപ്പെട്ട ഒരു ഉസ്താദ് കുല്ലോന്ന് ഓദിച്ചാൽ നല്ല ചിലപ്പോൾ ഓതിയ തെറ്റും. ഉല്യായുൽ കാഫിറൂൻ എന്നാൾ ഒരാൾ ഓതിയിട്ട് കയ്യണില്ല, എന്ന് പറഞ്ഞിട്ട് കയ്യണില്ല. ചിലപ്പോ അങ്ങനെ ഏതോ ഒരു മൗലവി കുത്തുബക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജുമ്മ കയറിയിട്ട് മിമ്പറുമ്മ കയറി പ്രസംഗിക്കാം. അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് കവി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, കവി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞപ്പോ തന്നെ കവിത മറന്നു. കീസി തപ്പി കടലാസ് ഉണ്ടോ എന്ന് കാണാനില്ല, അരി തപ്പി കാണാനില്ല, പാന്റ് തപ്പി കാണാനില്ല. പാന്റാണല്ലോ നമുക്കല്ലേ കന്തൂറൊക്കെ ഉണ്ടാവാറുള്ളത്. ഏതായിരുന്നാലും എവിടെ തപ്പിയിട്ടും കാണാനില്ല. ഇടയ്ക്ക് ഇയാള് കവി പറഞ്ഞ പോലെ എന്നാണ്. അവസാന സദസ്സിൽ ഒരാൾ പറഞ്ഞു തരേ കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇയാളെ ബാപ്പ പറഞ്ഞു കവി പറയത്ത എന്റെ ചെറുക്കം പറയില്ല, പുള്ളി ഷർട്ടുള്ളത് കള്ളിക്കുപ്പായായി മാറിയതാണ് എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും നമ്മളെ വിഷയം അതല്ല, ഹബീബിന്റെ മെമ്മറി പവർ, ഓർമ്മശക്തി. ഇനിയോ ഒരാളെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സമ്പൂർണ്ണ സ്വഭാവത്തിന്റെ ഉത്തമ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് പ്രപഞ്ചനാഥൻ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ സ്നേഹിക്കാൻ കമാൽ പരിപൂർണതയുണ്ടെങ്കിൽ പരിപൂർണതയുടെ എല്ലാ വിഷയങ്ങളുമുണ്ട്. ഇനി രണ്ടാമതെടുത്തോ, ഒരാളെ സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ റീസൺ ബ്യൂട്ടി, ഭംഗിയാണെങ്കിൽ ഹബീബിനെ പോലെ ഭംഗിയുള്ളവരില്ല. മുനസ്സഖുൻ ശരീകിൻ ഫീ മഹസിനിഹി വജൗഹറുൽ ഹുസ്നി ഗൈറു മുൻഖസിമി മൗലായ സല്ലി വസല്ലം. പോരാ അലാ ഹബീബിക ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഭംഗിയുള്ള മറ്റൊരാളെ കാണാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു വ്യക്തിത്വമാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഈജിപ്തിന്റെ ഫുഡ് മിനിസ്റ്റർ ആയിരുന്നു, ഭക്ഷ്യവകുപ്പും സ്ഥാനവും അവിടുന്ന് കൈകാര്യം ചെയ്തിരുന്ന പ്രവാചകനാണ് എന്നതോടുകൂടെ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഖദ് ഉഅതിയ ശത്റുൽ ഹുസ്ൻ, ഖദ് ഉഅതിയ ശത്റുൽ ഹുസ്ൻ, ഭംഗിയുടെ പകുതി നൽകപ്പെട്ടവരാണ്. ഒരു ഭംഗിയെ രണ്ടായി പകുത്ത് പകുതി ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്ത് ബാക്കിയുള്ളതിനെയാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഡിവൈഡ് ചെയ്തു കൊടുത്തതെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പകുതിയാണ് കൊടുത്തതെങ്കിൽ നബി തങ്ങളുടെ ഏത് വിഭജിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് വസഹബു സലിഖാ ലൗ റഅയ്നാ ജബിനഹു ലഅദ്റന തഖ്തീഅൽ ഖുലൂബി അലൽ ഐദി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ചില ദുരാരോപണം സുലൈഖ ബീവിയെ ചേർത്ത് ആ നാട്ടിലെ ചില സ്ത്രീകൾ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞു പരത്തിയപ്പോ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് നബി അലൈഹിസ്സലാം കഴിഞ്ഞിരുന്ന കൊട്ടാരത്തിലെ
ഭരണാധികാരിയുടെ ഭാര്യയായ സുലൈഖ ബീവി തികച്ചും തെറ്റിദ്ധാരണാജനകമായ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കണം എന്ന നിലക്ക് ആരോപണം ഉന്നയിച്ച സ്ത്രീകളെയെല്ലാം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. തിരിച്ച് പ്രത്യാരോപണം നടത്തലല്ല. ഇന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് ഡബിൾ ഡോഗിന് വിളിച്ചാൽ അങ്ങോട്ട് ട്രിപ്പിൾ ഡോഗിന് വിളിക്കുന്ന കാലമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രതികാരമല്ലല്ലോ വേണ്ടത്, തെറ്റിദ്ധാരണ നീക്കുകയല്ലേ. സുലൈഖ ബീവി അവരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കയ്യിൽ കത്തിയും ആപ്പിളും കൊടുത്തത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ പറയുന്നുണ്ട്. ആ കത്തിയും ആപ്പിളും അവിടത്തേക്ക് കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും ചത്താൻ തുടങ്ങുമ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അവരിലൂടെ ഇങ്ങനെ വന്നത്. ഇതിന് കണ്ടപ്പോ യൂസുഫ് നബിയുടെ ഭംഗി കണ്ടപ്പോ ആരാത്, മനുഷ്യനല്ല മലക്കാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. മാത്രമല്ല കയ്യിൽ ഇങ്ങനെ ചെത്തിയിരുന്ന ആപ്പിൾ ചെത്തി വിരല് ചെത്താൻ തുടങ്ങി. ഒന്നിന് ഭ്രമിച്ചാല് ഗ്യാലറിയിലിരുന്ന് പന്തളി കാണുമ്പോ ചിലപ്പോ അവിടെ ഗോളടിക്കുമ്പോ അവിടെ താഴെയുള്ളവന്റെ തലക്ക് കാലുകൊണ്ട് മുട്ടാറുണ്ട് നമ്മളെ ചെറുക്കന്മാര്, നമ്മളെ യുവാക്കള് അല്ലേ. അതെന്താ, ഒന്നിനോടൊരു ഭ്രമം കൂടുമ്പോ അതിലങ്ങോട്ട് ലയിക്കും, സ്വാഭാവികമാണ്. അതങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഏതായിരുന്നാലും ഇതിലിങ്ങനെ ലയിച്ച് വിരലിങ്ങനെ ചെത്തി പോയി കഴിഞ്ഞപ്പോ നോക്കുമ്പോഴാണ് ചോത്ത ആപ്പിളും വിരലും ചോപ്പ് കത്തിയും ചോപ്പ് ഒക്കെ മാറി. ആ സ്ത്രീകളുണ്ടല്ലോ വസഹബു സലിഹാലൂർ ഐന അജബീനഹു ലഅതർന തഖതീഅൽ ഖുലൂബി അലൽ ഐദി. ആ സുലൈഖ ബീവിയുടെ കൂട്ടുകാരികളെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യത്തിന്റെ നെറ്റിത്തടമങ്ങ് കണ്ടിരുന്നുവെങ്കിൽ, മുഖം മുഴുവനും കാണണ്ട, അവിടുത്തെ ശറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിന്റെ സൗന്ദര്യം കണ്ടിരുന്നുവെങ്കിൽ ലഅതർന തഖതീഅൽ ഖുലൂബി അലൽ ഐദി, അവരുടെ കൽബ് മുറിക്കുമായിരുന്നേനെ. കൈയാണെന്ന് മുറിച്ചതെങ്കിൽ കൽബ് മുറിഞ്ഞു പോയി അറ്റാക്കായി മാറിയിരുന്നേനെ. ആ നിലക്ക് സൗന്ദര്യം നൽകിയിട്ടുണ്ട്. അഥവാ സൗന്ദര്യം കൊണ്ടൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്നവരിലും മുൻപന്തിയിലുള്ളതാരാ? മഹാനരായ സയ്യിദുൽ വജൂദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുശ്റാ ലി ഉമ്മതിഹി ബിറുഇയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അളീമുൽ അസിയദു. അവിടുത്തെ പ്രകാശപൂരിതമായ മുഖമെങ്ങാനും കാണുക എങ്കിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷകരമല്ലേ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് പരലോകത്തെങ്കിലും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് ആ ഹബീബിനെ സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ കാരണമാണ്. ഇനി ഒരാളെ സ്നേഹിക്കുന്നത് മൂന്നാമത്തെ കാരണം നവാൽ ഔദാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മറ്റൊരാൾക്ക് ഔദാര്യം ചെയ്ത മറ്റൊരു വ്യക്തിത്വത്തെ ലോകത്ത് കാണുകയില്ല. ആ നിലക്ക് വലിയ സൗന്ദര്യമുള്ളവരാണ്, വലിയ ആദരവുള്ളവരാണ്, വലിയ പരിപൂർണതയുള്ളവരാണ്, പല നിലക്കും ഔദാര്യം ചെയ്തവരാണ്. നോക്കൂ, ഒരാൾക്ക് അല്ലാഹു ജീവിതത്തിൽ 5 ഘട്ടങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 5 ഘട്ടങ്ങളിലും ഹബീബിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ അവിടുന്ന് ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്തവരാണ്. നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരാൾക്ക് അല്ലാഹു തആല 5 ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ആത്മാവിന്റെ ലോകത്തൊരു ജീവിതം. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ഒരു ഓപ്പൺ ഡിബേറ്റിംഗിന്റെ വിഷയം വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിലൂടെ മാലോകരെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിന്റെ ലോകത്ത് നമ്മളൊക്കെ അവിടുന്ന് ജീവിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്നൊക്കെ ചോദിച്ച് അല്ലാഹു തആല നമ്മോടൊരു മുഖാമുഖം നടന്നു.
മുഖാമുഖല്ല, നമ്മളോട് ഒരു സംഭാഷണം നടത്തി. മുഖാമുഖം നടത്തണമെങ്കിൽ രണ്ടാക്കും മുഖം വേണല്ലോ അല്ലേ? അല്ലാഹു തആലാക്ക് മുഖമില്ല, കൈകാലുകളില്ല, അർച്ചിലിരിക്കല്ലല്ലോ ചില ആളുകൾ പറയുന്നത് പോലെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ജീവിതം മതി. രണ്ടാമത് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ഖബർ എന്ന കല്ലറയിലേക്ക് പോകുന്നതിന്റെ ഇടയിലുള്ള തുച്ഛമായ പ്രയാണ കാലയളവ്, അതിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ്, നമുക്കൊരു പ്രതിഫലത്തിന്റെ ലോകം വരാനും. ഇത് കർമ്മത്തിന്റെ ലോകമാണ്, നമുക്കൊരു ധർമ്മത്തിന്റെ ലോകം വരാനും. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നൽകുന്ന ഒരേ ഒരു അവസരം മാത്രമാണിത്. മറ്റൊരു ജീവിതം അമല് ചെയ്യാൻ നമുക്ക് വേറെയില്ല. അള്ളാഹു നല്ല അമല് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്, ഖബർ എന്ന കല്ലറയിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നത് വരെയുള്ള കാലയളവ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതിയത് മുതൽ സ്വർഗ്ഗ നരക റിക്രൂട്ട്മെന്റ് നടക്കുന്നതിന്റെ ഇടയിലുള്ള കാലയളവ് മഹ്ശർ എന്ന് പറയും. ഇതാണ് നാലാമത്തെ ഘട്ടം. അഞ്ചാമത്തെ ഘട്ടം അവിടുന്ന് അങ്ങ് അനന്തമായി അനവരതം മനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന അൺലിമിറ്റായ വിശാലമായ ജീവിതം.